എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ജീവശാസ്ത്രം പരീക്ഷയാണ്, അതായത് ബയോളജിയുടെ പരീക്ഷയാണ്. അപ്പോൾ ബയോളജി പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 26 ബുധനാഴ്ചയാണ്. ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെയാണ്, അതായത് 11:15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളുകളിൽ എത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 1.5 മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക. 40 മാർക്കിലാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബയോളജി പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളതും അതുപോലെ തന്നെ A+ കിട്ടണം എങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടണം എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബയോളജി പരീക്ഷയിൽ, അതായത് ബയോളജി പരീക്ഷ എന്ന് പറയുമ്പോൾ 40 മാർക്കിലാണ് പരീക്ഷ ഉണ്ടാവുക. 10 മാർക്ക് CE മാർക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 50 മാർക്കിലാണ്. 50 മാർക്കിൻ്റെ 30% മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്, അതായത് 15 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 10 മാർക്ക് CE മാർക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അതുപോലെ 9 മാർക്കാണ് നിങ്ങൾക്ക് CE മാർക്ക് കിട്ടുന്നതെങ്കിൽ 6 മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിച്ചാലാണ് ജയിക്കുക. അപ്പോൾ ഈ ഒരു 15 എന്ന് പറയുന്നത് D+ ഗ്രേഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു D+ മാത്രമേ കിട്ടുള്ളൂ. അതായത് SSLC പരീക്ഷയിൽ ബയോളജി സബ്ജക്റ്റ് ജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമേ ഈ ഒരു D+ നേടിയത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതായത് ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ മാത്രമേ ഈ ഒരു D+ ഗ്രേഡ് കിട്ടിയത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ബയോളജി പരീക്ഷയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അറിയാതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്ത ശേഷം പിന്നീട് ആ ഒരു ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അത് കൃത്യമായിട്ടൊന്നുകിൽ ചിലപ്പോൾ ചോദ്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആൻസറിൻ്റെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നും നാളെയുമായിട്ട് നന്നായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു A ഗ്രേഡ് എങ്കിലും മിനിമം നേടാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാം, പക്ഷേങ്കിൽ D+ ഗ്രേഡ് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ 5-ൽ നിങ്ങൾക്ക് 1 മാർക്ക് കുറഞ്ഞ് 4 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ചില സമയത്ത്, അതായത് ചിലപ്പോൾ നിങ്ങൾ ഫെയിൽഡ് ആവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കൊണ്ട് അറിയാവുന്ന എല്ലാവിധ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ഒട്ടും പേടിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നേടാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നേടുക. അതായത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 20 മാർക്കിന് മുകളിലോട്ട് മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം 20 മാർക്കിന് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു B ഗ്രേഡ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് മാർക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു D+ ഗ്രേഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു 20 മാർക്കോ അല്ലെങ്കിൽ ഒരു 30 മാർക്കൊക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുക. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവിധ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ നന്നായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നും നാളെയുമായിട്ട് നിങ്ങൾ ബയോളജിയുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നോട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു നോട്ട്സും കൂടി കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സിമ്പത്തറ്റിക്, അതുപോലെ അസിമ്പത്തറ്റിക് വ്യവസ്ഥകൾ, ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന്, അതായത് ആ ഒരു പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ വിവിധ ഗ്രാഫല്ല ചിത്രങ്ങളുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട്, അതായത് കോശങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതായത് അത് എങ്ങനെ വരക്കാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ച് പഠിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ, അതായത് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ചിത്രമൊക്കെ വരക്കാനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് പഠിക്കുക. അതായത് എന്താണ് ആ ഒരു ചിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ചിത്രം ഏത് ഷേപ്പിലാണ് ഉള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പാഠഭാഗങ്ങളിലുള്ള നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഈ ഒരു ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു പരീക്ഷയിൽ A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം. A+ കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു 35 മാർക്ക് നിങ്ങൾ നേടണം. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു 35 മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. അതുപോലെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റാതിരിക്കുകയാണെങ്കിലും നിങ്ങൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് അത് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ കരുതി ടെൻഷൻ അടിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ എനിക്കിപ്പോൾ അതായത് A+ കിട്ടണമെന്നാണ് ആഗ്രഹം. എന്നാൽ നിങ്ങൾ റിസൾട്ട്, അതായത് നിങ്ങൾ എഴുതിയ ശേഷം നിങ്ങൾക്ക് ഒരു 20 മാർക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. കാരണം ചില സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കൊക്കെ വാലുവേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ടെൻഷനൊന്നും അടിക്കാതെ തന്നെ നന്നായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു A+ മുതൽ ഈ ഒരു D+ വരെ ഗ്രേഡ് കിട്ടാനായിട്ട് എത്ര മാർക്ക് കിട്ടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടണം എന്നുണ്ടെങ്കിൽ 35 മുതൽ 40 വരെ മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് കിട്ടുക. അതുപോലെ 30 മുതൽ 34 വരെ കിട്ടിയാലാണ് എ ഗ്രേഡ്. അതുപോലെ തന്നെ 25 മുതൽ 29 വരെ ബി പ്ലസ് ഗ്രേഡും 20 മുതൽ 24 വരെ ബി ഗ്രേഡും അതുപോലെ തന്നെ 15 മുതൽ 19 വരെ സി പ്ലസ് ഗ്രേഡും 10 മുതൽ 14 വരെ സി ഗ്രേഡും അതുപോലെ 5 മുതൽ 9 വരെ ഡി പ്ലസ് ഗ്രേഡുമാണ് കിട്ടുക. ഇതിന് താഴെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡിഒ ഇഒ ഗ്രേഡാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സാധാരണ ഒരു പരീക്ഷയാണ്. അതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ സാധാരണഗതിയിൽ എല്ലാവരും ജയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥികൾ ബയോളജിയിലെ ചിത്രങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ നോട്ട്സിലൊക്കെ വരച്ചിട്ടുണ്ടാകും, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പട്ടിക പോലെ നിങ്ങൾ വരച്ചിട്ട് അത് താരതമ്യം ചെയ്തിട്ട് ഒരു കാര്യത്തിനില്ലാത്തത് മറ്റേ ആ ഒരു കാര്യത്തിനുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓരോന്നിനെ താരതമ്യം ചെയ്ത് നിങ്ങൾ നോട്ട്സിൽ എഴുതിയിട്ടുണ്ടാകും, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. കാരണം ചില സമയത്ത് അതൊക്കെ ചോദിക്കാറുണ്ട്. സിമ്പതറ്റിക് വ്യവസ്ഥകൾ അതുപോലെ അസിമ്പതറ്റിക് വ്യവസ്ഥകൾ ഇവയെക്കുറിച്ച് താരതമ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 30 മാർക്കെങ്കിലും നേടാൻ ശ്രദ്ധിക്കുക. കാരണം 30 മാർക്ക് എന്ന് പറയുന്നത് എ ഗ്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്ക് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.